വൈപ്പിൻ ബെൽബോ ജംഗ്ഷന് കിഴക്കുവശത്തുള്ള എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന്റെ നവീകരിച്ച് പുനർനിർമ്മിച്ച പൊതുകിണറിന്റെ ഉദ്ഘാടനം എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ് നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. തെക്കൻ മാലിപ്പുറം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ടെറയുടെ നേതൃത്വത്തിലും എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയും നവീകരിച്ച ബെൽബോ ജംഗ്ഷൻ പൊതുകിണറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ് നിർവഹിച്ചു. അത് ഈ കിണർ നവീകരണം അത് പ്രായോഗികമായി നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുകിണറുകളും നശിപ്പിക്കപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് അവസരമുണ്ടാക്കാതെ ഇരിക്കുന്നതിനും ഇതിൻ്റെ പ്രാധാന്യം ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ മറ്റേത് ജനപ്രതിനിധികളും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതി ഏറ്റെടുക്കണമെന്നും അതുകൊണ്ട് ഇത് തൊഴിൽപദ്ധതിയായി ഏറ്റെടുത്തുകൊണ്ട് ടെൻഡർ ചെയ്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത് ഈ പുതിയ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാനും ഇതിലൂടെ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ടെറ പ്രസിഡന്റ് ഹെൻസൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 90 വർഷക്കാലത്തോളം പഴക്കം ചെന്ന ഒരു കിണർ ഇവിടെ സ്ഥിതി ചെയ്യുന്നവരും ഏതാനും കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ നാട്ടുകാർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. പുറത്തുനിന്ന് അറിയാവുന്ന കാര്യം ചുരുക്കമാണ്. ഈ കിണർ ഒത്തിരി പൊതുജനങ്ങൾ, നാട്ടുകാരും അന്യസംസ്ഥാന തൊഴിലാളികളും ഇന്നും ഈ കിണർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി. ഇത് വളരെ ശോചനീയാവസ്ഥയിലാണ് ഈ കിണറിവിടെ കിടന്നിരുന്നത്. കണ്ടാൽ അറക്കുന്ന രീതിയിൽ പല പ്രാവശ്യം ഹെൽത്തുകാരിവിടെ വന്ന് ഇവിടെ കുളിക്കരുത്, ഇത് ഉപയോഗിക്കരുത്, വളരെ മോശമാണ് എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. അസോസിയേഷൻ തലവരെ ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ഒരു ക്യാമറ സ്ഥാപിക്കുകയുണ്ടായി. ആ ക്യാമറ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന മുൻ പ്രസിഡന്റ് ജസില പ്രിയരാജിനെ ഞങ്ങൾ ഈ കിണർ കൊണ്ടുവന്ന് കാണിച്ചു. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരടക്കം ഈ കിണർ കാണിക്കുകയും ഈ കിണറിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ കിണർ നവീകരിക്കണമെന്നാണ് ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടത്. ഏതാണ്ട് ഒരു വർഷക്കാലം മേലെയായി. സെക്രട്ടറി അജി ഷാൽബി സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആന്റണി മുക്കത്ത്, വൈസ് പ്രസിഡന്റും 14ാം വാർഡ് മെമ്പറുമായ സൗമ്യ രാജേഷ്, 13ാം വാർഡ് മെമ്പർ സെബാസ്റ്റ്യൻ ഷിബു, ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ്, അപെക്സ് പ്രസിഡന്റ് PK മനോജ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ടെറ കമ്മിറ്റി അംഗം ഫ്രെഡി ജോസഫ് കളത്തിവീട്ടിൽ നന്ദി രേഖപ്പെടുത്തി. അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 90 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കിണർ പ്രദേശവാസികളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു. 1935ഓടെ നിർമ്മിച്ചതായി കരുതപ്പെടുന്ന കിണർ അന്നത്തെ വരദാംബിക ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ളതായിരുന്നു. കൊച്ചി രാജവംശത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെയും കിണറിന്റെയും നവീകരണം നടന്നിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉപയോഗശൂന്യമായി ശോചനീയാവസ്ഥയിലായിരുന്ന കിണർ ടെറ അസോസിയേഷന്റെ ഇടപെടലിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നവീകരിക്കുകയായിരുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുകിണറുകൾ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ പദ്ധതി വ്യക്തമാക്കുന്നതായി ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, മാലിപ്പുറം.